യോഗയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കഴിഞ്ഞ രാജ്യത്തെ നെക്സ്റ്റ് സീരീസ് ആണ്. സോ ഇന്ന് നമ്മൾ പറയുന്നത് പിത്തദോഷയെ കുറിച്ചാണ്. ആയുർവേദത്തിലെ പിത്തദോഷ എന്ന് പറയുന്നത് ജലം, അഗ്നി എന്നീ എലമെന്റ്സ് ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിസം, എനർജി, ട്രാൻസ്ഫോർമേഷൻ എന്നിവയെല്ലാം ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിത്തദോഷമുള്ള ആൾക്കാർ പെട്ടെന്ന് ഓവർഹീറ്റ്, അതായത് പെട്ടെന്ന് ചൂടാവുന്ന ആൾക്കാരും അതേപോലെ തന്നെ ഭയങ്കര കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉള്ള ആൾക്കാരും ആയിരിക്കും. അതുപോലെ തന്നെ ഇറിറ്റബിലിറ്റി അവർക്ക് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഇവിടെ ഈ ആസനാസ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഗ്രൗണ്ടിങ് കൂടുതൽ ഉണ്ടാവാനും നമ്മുടെ മനസ്സൊക്കെ ശാന്തമാക്കാനും അതേപോലെ നമ്മുടെ ബോഡി കൂളാവാനും വേണ്ടിയിട്ടുള്ള ആസനാസ് ആണ് പിത്തദോഷയെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി ചെയ്യാവുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ ഇറിറ്റബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ കാമിങ്ങും കൂളിങ്ങും ആവാൻ വേണ്ടിയിട്ടുള്ള ആസനാസ് ആണ്. ആദ്യം തന്നെ നമുക്ക് പ്രാണായാമം ചെയ്യാം. ഏറ്റവും നല്ല 2 പ്രാണായാമങ്ങൾ, ഒന്ന് നാഡീശോധന പ്രാണായാമ അഥവാ അനുലോം വിലോം പ്രാണായാമം നല്ലതാണ്. അതേപോലെ തന്നെ ശീതളി പ്രാണായാമ, അത് നമ്മുടെ ബോഡീനെ കൂളാക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. സോ നമുക്ക് ആദ്യം തന്നെ പ്രാണായാമം ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ എന്നും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഓവർ ഹീറ്റിംഗ്, അതായത് പെട്ടെന്ന് ചൂടാവുന്ന സ്വഭാവം ഇല്ലാതാവാനും അതേപോലെ തന്നെ ഇറിറ്റബിലിറ്റി കുറയാനും എല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന പ്രാണായാമം ആദ്യത്തെ നാഡീശോധന പ്രാണായാമം. അതേപോലെ നാഡീശോധന പ്രാണായാമം നമുക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ എനർജി ബാലൻസ് ചെയ്യാനും നമ്മുടെ ബോഡി കാമാക്കാനും ഹെൽപ്ഫുൾ ചെയ്യുന്നത് ഒന്നാണ്. സോ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് ഗ്യാൻ മുദ്രയിൽ പിടിക്കുക, എന്നിട്ട് തൈസിൻ്റെ അടുത്ത് വയ്ക്കാം. ആൻഡ് റൈറ്റ് ഹാൻഡ് വിഷ്ണു മുദ്രയിൽ പിടിക്കുക. സോ നമ്മൾ മുഷ്ടിയാക്കിയിട്ട് ലാസ്റ്റ് ഈ 2 വിരലും ഇതും തുറന്നാൽ മതി. സോ ക്ലോസ് യുവർ റൈറ്റ് നോസ്ട്രിൽ, ഇൻഹേൽ ത്രൂ ദ ലെഫ്റ്റ് ആൻഡ് എക്സേൽ ത്രൂ ദ റൈറ്റ്. ഇൻഹേൽ ത്രൂ ദ റൈറ്റ് ആൻഡ് എക്സേൽ ത്രൂ ദ ലെഫ്റ്റ്. Inhale through the left and exhale through the right. Exhale through the, inhale through the right and exhale through the left. Inhale and exhale through the right. Inhale through the right and exhale through the left. ഇനി നമ്മൾക്ക് സ്വയം ചെയ്യാം. ഇൻഹേൽ, എക്സേൽ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇൻഹേൽ ആൻഡ് എക്സേൽ. ഇൻഹേൽ ആൻഡ് എക്സേൽ. ഇൻഹേൽ ആൻഡ് എക്സേൽ. ഇൻഹേൽ ആൻഡ് എക്സേൽ. Few more rounds. Inhale and exhale. Inhale through the right, exhale through the left. Inhale through the left, exhale through the right. Inhale through the right and exhale through the left. ഇനി 2 കൈയും ധ്യാൻ മുദ്രയിൽ വെച്ച് കുറച്ചു നേരം നിങ്ങളുടെ ശ്വാസത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ ആൻഡ് ഔട്ട്. ഇൻഹേൽ ആൻഡ് എക്സേൽ. ഇൻഹേൽ ആൻഡ് എക്സേൽ. ആൻഡ് സ്ലോലി ഓപ്പൺ യുവർ ഐസ്. അടുത്തത് ശീതളി പ്രാണായാമയാണ്. ശീതളി പ്രാണായാമ നമ്മൾ ഇതിനു മുമ്പും പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ടങ്ക് കൊണ്ട് ഒരു ട്യൂബ് പോലെ ആക്കി അതിൽ കൂടെ ശ്വാസം എടുക്കുകയും പിന്നെ നോസ്ട്രിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് 2 കൈയും ധ്യാൻ മുദ്രയിൽ വയ്ക്കാം. ദെൻ ഇൻഹേൽ ചെയ്യുമ്പോൾ ടങ്ക് പുറത്തേക്കിട്ട് ഒരു ട്യൂബ് പോലെ ആക്കി അതിൽ കൂടെ ഇൻഹേൽ ചെയ്യുക.
ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് ഫീൽ ചെയ്യുന്നതായിരിക്കും. വേണമെങ്കിൽ ഇത് തന്നെ ഒരു 3 പ്രാവശ്യം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. Close your eyes and feel the changes in your breathing pattern and how your body is feeling. നിങ്ങൾക്ക് ആ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഫീൽ ചെയ്യുക. നിങ്ങൾക്ക് കോൾഡോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്യരുത്. ഇത് ശരീരത്തെ കൂടുതൽ തണുപ്പിക്കാൻ സഹായിക്കുന്നതാണ്. കൂളാവാനും തണുപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള പ്രാണായാമമാണ് ശീതളി പ്രാണായാമം. Take a deep breath in and out. Breathe in and breathe out. And relax. ഇനി നമുക്ക് ആദ്യം കുറച്ച് വാം അപ്പ് ചെയ്യാം. സോ വാം അപ്പ് ചെയ്യുന്നതിനായിട്ട് just fold your hands and just stretch to one side. Exhale, inhale to the center and exhale to the side. Come back, same way you can fold your hands and come back. Inhale and exhale. ആദ്യം തന്നെ നമുക്ക് പശ്ചിമോത്തനാസനം ചെയ്യാം. അതിനായിട്ട് ഇൻഹേൽ ചെയ്തുകൊണ്ട് നമ്മുടെ കാലുകളിലേക്ക് പിടിക്കുക. 1 2 3 4 5 6. Exhale and come back. ഇത് തന്നെ മറ്റേ കാലിലും ചെയ്യാവുന്നതാണ്. Inhale 1 2 3 4 5 6. Exhale and come back. Then rotate your legs 3 times, clockwise and anti-clockwise. ഇനി നമുക്ക് ചൈൽഡ് പോസ്റ്റർ ചെയ്യാം. സോ അതിനായിട്ട് വജ്രാസനത്തിലിരിക്കുക. Then slowly go to the front and relax. അപ്പോൾ നമ്മൾ നേരത്തെ സീറ്റഡ് ഫോർവേഡ് ബെൻഡ്, അത് പശ്ചിമോത്താസന ചെയ്തു. ഇതെല്ലാം തന്നെ നമ്മൾ ഫോർവേഡ് ബെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മൈൻഡിനെ കാമാക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആസനാസാണ്. അടുത്തതായിട്ട് ട്വിസ്റ്റിംഗ് പോസസ് ആണ്. ഇത് നമ്മൾ ഡീടോക്സിഫൈ ചെയ്യാനും സൂത്ത് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. നേരത്തെ നമ്മൾ മൗണ്ടൻ പോസ്ചറിൻ്റെ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡായിട്ട് നമുക്ക് ജസ്റ്റ് സ്റ്റാൻഡിങ് ട്വിസ്റ്റ്. Inhale to the center, exhale to the side. Twist your body. Inhale to the center and exhale to the side. Inhale to the center and exhale to the side. Inhale to the center and exhale to the side and relax. ഇനി നമുക്ക് ബട്ടർഫ്ലൈ വിങ്സ് ചെയ്യാം. Then inhale and sit firm. Exhale and slowly go down and നമ്മുടെ ഫോർഹെഡ് കാലിൽ മുട്ടിക്കണം. 1 2 3 4 5 6. Inhale and relax. ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് 3 പ്രാവശ്യം ചെയ്യാം. അടുത്തത് ഹാർട്ട് ഓപ്പണിംഗ് പോസസ് ആണ്.
അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉഷ്ട്രാസന ചെയ്യുന്നു. ഉഷ്ട്രാസന ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വജ്രാസനത്തിലിരിക്കാം. ദെൻ ഇൻഹേൽ ആൻഡ് ഹോൾഡ് 1 2 3 4 5 6. Exhale and do a balasana. Inhale and come to the വജ്രാസന. വേറൊരിടത്തിൽ നിങ്ങൾക്ക് വജ്രാസനയിൽ തന്നെ ഇരുന്ന ശേഷം ഉഷ്ട്രാസന ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റ് റൈസ് യുവർ 1 2 3 4 5 6. Exhale and come back to ബാലാസന ചെയ്യാം. And relax. അടുത്ത ഹാർട്ട് ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് കോബ്ര പോസ്റ്റർ ചെയ്യാം. അതിനായിട്ട് ഫോൺ പോസിൽ കിടക്കുക. കൈകൾ രണ്ടും ചെസ്റ്റിൻ്റെ ഇരുവശത്തുമായി വെച്ച് താടി മാറ്റിൽ മുട്ടിച്ച ശേഷം കാലുകൾ രണ്ടും കൂട്ടിവെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഹേൽ ആൻഡ് ലുക്ക് അപ്പ്. 1 2 3 4 5 6. Exhale and come back. മകരാസനത്തിൽ വിശ്രമിക്കാം. വീണ്ടും ഒരിക്കൽ കൂടി ചെയ്യാം. ഇൻഹേൽ ആൻഡ് ലുക്ക് അപ്പ്. 1 2 3 4 5 6. Exhale and come back to Makarasana and relax. അടുത്തത് ഗ്രൗണ്ടിങ് ആൻഡ് റെസ്റ്റോറേറ്റീവ് ആയിട്ടുള്ള ആസനാസ് ആണ്. അപ്പം നമ്മൾ ലെഗ്സ് അപ് ടു ദ വോൾ എന്നുള്ളത് ഒരു 10 കൗണ്ട് വരെ അതിൻ്റെ 2 സെറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു സെറ്റ് ചെയ്യുള്ളൂ. അടുത്തത് ശവാസനയാണ്. അപ്പോൾ ശവാസന ചെയ്യുന്നതിന് പകരം മെഡിറ്റേഷൻ പോസ്റ്ററിൽ നമുക്ക് ഒരു മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ലെഗ്സ് അപ്പ് പോസ്റ്റർ ചെയ്യാം. സോ അതിനായിട്ട് ഒരു വോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ വോളിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. ദെൻ just keep the legs up. Take normal breath. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. Now can come back to the normal position. ഇനി നമുക്ക് ശവാസനത്തിലോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോസ്റ്ററോ ചെയ്യാം. ശവാസനത്തിനാണെങ്കിൽ നിങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുക. കൈകൾ രണ്ടും ശരീരത്തിൻ്റെ ഇരുവശത്തുമായി വയ്ക്കുക. കണ്ണുകൾ അടച്ച് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അഥവാ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇരിക്കാം. ചെയറിലോ അല്ലെങ്കിൽ എവിടെയാണ് സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കുക. Take a deep breath in and breathe out. Breathe in and breathe out. Breathe in and breathe out. Close your eyes and listen to my voice. നിങ്ങൾക്ക് ഒരു കൈ ചെസ്റ്റിൻ്റെ അടുത്ത് വയ്ക്കാവുന്നതാണ്. To feel ദീർഘമായ ഒരു ശ്വാസം എടുക്കുക.
നോസിൽ കൂടെ എടുക്കുക. പിന്നെ മൗത്തിൽ കൂടെ വളരെ സ്ലോ ആയിട്ട് ശ്വാസം നിശ്വാസം ചെയ്യുക. ഇതിനുശേഷം നമുക്കൊരു പ്രാവശ്യം കൂടി ശീതളി പ്രാണായാമം ചെയ്യാം. നമ്മുടെ നാവ് ഒരു ട്യൂബ് പോലെ ചുരുട്ടിയ ശേഷം ഇൻഹെയിൽ ചെയ്യുക. നാവിൽ കൂടെ ഇൻഹെയിൽ ചെയ്യുക. പിന്നെ വായ അടച്ച ശേഷം നോസിൽ കൂടെ സ്ലോലി എക്സെയിൽ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒരു 2 പ്രാവശ്യം കൂടി ആവർത്തിക്കാം. ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. നിങ്ങൾ ഓരോ ഇൻഹെയിൽ ചെയ്യുമ്പോഴും നിങ്ങളുടെ ചുറ്റും ഒരു കൂളായിട്ടുള്ള ബ്ലൂ ലൈറ്റ് സറൗണ്ട് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ശരീരത്തിലുള്ള ചൂടും ടെൻഷനും എല്ലാം ആ ബ്ലൂ ലൈറ്റ് ചുറ്റും വലയത്തിൻ്റെ ഉള്ളിലാക്കി അതിനെ കൂൾ ഡൗൺ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. ഒരു ബ്യൂട്ടിഫുൾ ലേക്കിൻ്റെ സൈഡിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. രാത്രി മൂൺലൈറ്റ് ആ വാട്ടറിൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായി സങ്കല്പിക്കൂ. ആ മൂൺലൈറ്റ് നിങ്ങളുടെ മേലിലേക്ക് വീഴുന്നതായും നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും എല്ലാം ശാന്തമാക്കുകയും കൂൾ ചെയ്യുന്നതായും സങ്കല്പിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഫീല് പുറത്തേക്ക് ഒഴുകുന്നതായി സങ്കല്പിക്കുക. നിങ്ങളുടെ ഹാർട്ടിൽ നിന്നും അത് പുറപ്പെട്ട് നിങ്ങളുടെ ഹോൾ ബോഡിയിൽ അത് സ്ട്രെസ് റിലീസ് ചെയ്യുകയും സന്തോഷവും സമാധാനവും തരുന്നതായി സങ്കല്പിക്കുക. വീണ്ടും ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇനി നിങ്ങൾ നിശ്വാസം ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ടെൻഷൻസും ദേഷ്യവും ഇറിറ്റേഷനും എല്ലാം തന്നെ ആ ശ്വാസത്തിലൂടെ പുറത്തു പോകുന്നതായിട്ട് സങ്കല്പിക്കുക. ഇൻഹേൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുന്നതായും ഓരോ എക്സലേഷനിൽ കൂടെയും നിങ്ങളുടെ ശരീരത്തിലുള്ള ദേഷ്യവും വിദ്വേഷവും ഇറിറ്റേഷനും എല്ലാം പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. നിങ്ങൾ ഇപ്പോൾ വളരെ സന്തോഷവാനാണ്. യാതൊരു വിധത്തിലുള്ള ടെൻഷൻസോ ഇറിറ്റേഷനോ ഒന്നും തന്നെ നിങ്ങളുടെ ഉള്ളിലില്ല. ഈ സന്തോഷം ഫുള്ളായും നിലനിർത്തിക്കൊണ്ട് തന്നെ സ്ലോലി നിങ്ങളുടെ കൈകൾ വിഗിൾ ചെയ്യുക. അതിനുശേഷം കൈകൾ നന്നായി കൂട്ടിത്തിരുമുക. അത് കണ്ണുകളിലേക്ക് വെച്ച ശേഷം slowly open your eyes. Hari Om. സബ്സ്ക്രൈബ്. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ ഓരോ പുതിയ വീഡിയോയും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫാമിലിക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യൂ, ലൈക്സ് ഇടൂ, കമൻസ് ഇടൂ. See you soon.